നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലാശക്കൊട്ടാണ്. ഈ കലാശക്കൊട്ടിൽ എല്ലാ മുന്നണികളും, അതായത് 3 മുന്നണികളും അവരുടെ കഴിവിൻ്റെ അങ്ങേയറ്റം അവർ നിഷോ കാണിക്കും, ഉറപ്പാണ്. പക്ഷെ അവിടെയും പാലായിലെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്ന കലാശക്കൊട്ട് അദ്ദേഹം ഒഴിവാക്കിയത്. പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുന്നത് കലാശക്കൊട്ടിലില്ല, ഞാൻ കലാശക്കൊട്ട് നടത്തുന്നില്ല, അതിന് ചെലവാകുന്ന പണം അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതവിടെ ആളിന്റെ കുറവ് കൊണ്ടും പ്രവർത്തനത്തിന്റെ ശോഷണം കൊണ്ടും മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്ത് മാറി വയ്ക്കുന്നു. ഞാൻ പറയാം, കലാശക്കൊട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തകര് ദിവസങ്ങളോളം കഷ്ടപ്പെട്ടവർ അവർക്ക് മേടിക്കാറുള്ള ഒരു സംഭവമാണ്. അത് അതിന്റെ കലാശക്കൊട്ട് നടത്തിയാലും നടത്തിയില്ലെങ്കിലും അതിന്റെ പണം ആർക്കെങ്കിലും കൊടുത്തതിന്റെ പേരിലൊന്നും ആരും ഒരു വോട്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പോകുന്നില്ല. അതുകൊണ്ട് ആരും കലാശക്കൊട്ട് വേണ്ടെന്ന് വയ്ക്കാനും പോകുന്നില്ല. പക്ഷേ ഈ കലാശക്കൊട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നടക്കുന്ന ചില അവസാനത്തെ ചില പോരാട്ടങ്ങൾ ഒരു ആരോപണങ്ങളായിട്ടും പ്രത്യാരോപണങ്ങളായിട്ടും ഒക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ കലാശക്കൊട്ട് കഴിഞ്ഞ് നാളെ തെരഞ്ഞെടുപ്പ് പോളിംഗിലേക്ക് പോവുകയാണ്. റിസൾട്ട് അറിയാൻ വീണ്ടും നമുക്ക് 2-3 ആഴ്ച കാത്തു നിൽക്കണം. പക്ഷേ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളാണ് ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്നതും ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത്. അതിലൊന്നാണ് പാല. വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം. തുടങ്ങാം. തിരുവനന്തപുരത്ത് നമ്മുടെ വട്ടിയൂർക്കാവ് നേമം. വട്ടിയൂർക്കാവിലെ മത്സരം നമുക്കറിയാം. മുരളീധരൻ മത്സരിക്കുന്നത് കൊണ്ടും മുരളീധരൻ വളരെ കാലത്തിന് ശേഷം തിരിച്ചു വന്ന് മത്സരിക്കുന്നതുകൊണ്ടും അവിടെ നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി മുൻ DGP ശ്രീലേഖ ആയതുകൊണ്ടും ഒക്കെ അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. 2 പ്രാവശ്യം ഒരു ഉപതെരഞ്ഞെടുപ്പ് മുതൽ 2 പ്രാവശ്യമായി ജയിക്കുന്ന VK പ്രശാന്താണ്. VK പ്രശാന്ത് പ്രശസ്തനൊന്നും അല്ലെങ്കിലും VK പ്രശാന്ത് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുരളിയെ നേരിടുന്നതുകൊണ്ട് VK പ്രശാന്തും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. അല്ല, VK പ്രശാന്ത് മേയർ ബ്രോ എന്നുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ അന്ന് മേയർ ആയിരുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആയിരുന്നത് VK പ്രശാന്ത് വളരെ വളരെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പ്രശാന്ത് നിസ്സാരക്കാരനല്ല. അല്ല വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ച് പ്രശാന്തിനെ കുറിച്ച് തർക്കമൊന്നുമില്ല. പ്രശാന്ത് നന്നായിട്ടൊക്കെ മണ്ഡലം നോക്കിയ നല്ല ആളാണ്. പക്ഷെ ഇവിടെ മത്സരിക്കുന്ന ആള് മുരളീധരനാണ് എന്നതുകൊണ്ട് മുരളീധരന്റെ ആ ഒരു പ്രതിച്ഛായയും മുരളീധരന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, മുരളീധരൻ ഒരു തലയെടുപ്പുള്ള ഒരു നേതാവാണ് കോൺഗ്രസിലെ. രണ്ടാമത്തേത്, മുരളീധരൻ ഒരു മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് ഇത്രയും താതാത്മ്യം പ്രാപിക്കുന്ന ഇത്രയും പ്രമുഖ നേതാക്കന്മാർ കുറവാണ്. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഒരാൾ ചെന്നാൽ പോലും വളരെ ശ്രദ്ധയോടെ അത് കേൾക്കുകയും ഒരു കമാൻഡിങ് പവർ ഉണ്ട്. ഒരു സാധാരണ MLA പറയുന്നതല്ല. മുരളീധരൻ MLA ആണെങ്കിൽ മുരളീധരൻ വിളിച്ചൊരു ഓഫീസറോട് പറഞ്ഞാൽ അത് ഇത് അനുഭവിച്ചറിഞ്ഞ ആളുകളുള്ളതുകൊണ്ട് അവർ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും ഞാനും നമ്മുടെ അവിടെ വോട്ടറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇത് ഈ മത്സരം ഒരു കടുത്ത മത്സരം തന്നെയാണ്. ഇത് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമാണ്. രണ്ടാമത്തേത് നമ്മുടെ അവിടെ എനിക്ക് ഒരു ചെറിയൊരു തിരുത്തുണ്ട്. വട്ടിയൂർക്കാവിലെ മുരളീധരനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവിടെ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഒരു ആക്ഷേപം അദ്ദേഹം ഇട്ടെറിഞ്ഞിട്ട് പോയി. അല്ല, നമ്മളൊക്കെ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് അതൊക്കെ പറഞ്ഞു വന്നാൽ അതിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇട്ടെറിഞ്ഞു പോയതുപോലെ ആരാണ് ഇട്ടെറിഞ്ഞു പോകാതെ? കേരളത്തിൽ ഒരു സമയം 8-9 MLA ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. CPM-ന്റെ MLA ആരിഫ് കൊല്ലത്ത് ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടല്ലേ, MLA സ്ഥാനം ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടല്ലേ ആലപ്പുഴയില്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശാന്ത് ഇട്ടെറിഞ്ഞിട്ടല്ലേ പോകുന്നത്? മേയർ സ്ഥാനം ഇട്ടെറിഞ്ഞിട്ട് പോയല്ലേ മത്സരിച്ചത്? അപ്പൊ അതിന് അർത്ഥമൊന്നുമില്ല. ഒരു പാർട്ടി പറയുന്നു, ഒരാൾ പോയി മത്സരിക്കുന്നു, അതിനിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്കതിനകത്ത് തർക്കമല്ല. ഞാൻ ഉയർന്നു കേട്ട ഒരു ആരോപണം ശരിയാണ്. ആരോപണത്തിന് അദ്ദേഹം പിന്നെ നിയമം ഒരു പ്രധാനപ്പെട്ട, കാരണം ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം രാജ്യം ഭരിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. BJP അക്കൗണ്ട് തുറക്കുകയും അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്ത മണ്ഡലം രാജ്യം മുഴുവൻ നോക്കുന്നത്. അവിടെ മാത്രമല്ല, ഇപ്പൊ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മുൻ മന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരാണ് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ടും ഈ ഇന്ത്യ മുഴുവൻ നോക്കുന്ന ഒരു മണ്ഡലമാണത്. ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണത്. ഞാൻ എന്റെ ഒരു ചിന്ത, ഈ അത്രയും BJP വലിയ കരുതലോടുകൂടി കാണുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ എന്തേ പ്രധാനമന്ത്രി കേരളത്തിൽ 2 പ്രാവശ്യം വന്നിട്ടും ആ മണ്ഡലത്തിൽ അദ്ദേഹം വരാഞ്ഞത്? അല്ല, അദ്ദേഹം മണ്ഡലത്തിലല്ലല്ലോ പോകുന്നത്. അദ്ദേഹം ഈ മണ്ഡലങ്ങളുടെ ഇടയിലൂടെ ഒരു റോഡ് ഷോ നടത്തുകയല്ലേ ചെയ്തത്. അതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. അല്ല, ആ വണ്ടിയിൽ മറ്റുള്ളിടത്ത് പോയി മുന്നിൽ നിന്നോണ്ട് കാര്യമില്ലല്ലോ. അല്ലല്ല, അദ്ദേഹം
പിന്നെ ശ്രീലേഖയുമാണ് ഫ്രണ്ട് നിർത്തിയത്. അത് കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ മണ്ഡലത്തിലേക്ക് പ്രധാനമന്ത്രി പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊന്നൊരു രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് കണ്ടെന്നോ എഴുത്തിയെന്നൊന്നും പറയുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ മത്സരം കടുത്തതാണ്. അവിടെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവിടെ പിന്നെ LDF-ഉം BJP തമ്മിലുള്ള ഒരു കടുത്ത മത്സരം എന്നുള്ള നിലയിലായിരുന്നു ആദ്യം കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയായ ശബരിനാഥും ഒപ്പത്തിനൊപ്പം വന്ന് നിൽക്കുകയാണ്. കടുത്ത മത്സരം തന്നെയാണ്. യഥാർത്ഥ ത്രികോണ മത്സരം അവിടെയാണ്. യഥാർത്ഥ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണത്. അത് കടുത്ത മത്സരം തന്നെ ആയിരിക്കും എന്നാണ്. തിരുവനന്തപുരം സെൻട്രലിലേക്ക് അത് വരുമ്പോഴോ സെൻട്രലിൽ എനിക്ക് തോന്നുന്നു CP ജോണിന്റെ അനുകൂലമായിട്ടാണ്. അവിടെ ഒരു ത്രികോണ മത്സരം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് CP ജോണിന് ജയസാധ്യതയുള്ള ഒരു മണ്ഡലം. എന്റെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും അത് സമ്മതിക്കും, എല്ലാ പാർട്ടിക്കാരും സമ്മതിക്കുന്നുണ്ട് CP ജോൺ അവിടെ ജയിക്കുമെന്ന്. പക്ഷെ ഇതുപോലൊരു കമന്റ് CP ജോൺ ജയിക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ചില സാംസ്കാരിക നായകന്മാരൊക്കെ CP ജോൺ ജയിപ്പിക്കാൻ വേണ്ടി യോഗം ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. CP ജോൺ മന്ത്രിയായി കഴിഞ്ഞാൽ അവർക്ക് പലതും വേണമല്ലോ. ഇതുവരെ UDF-നെ വിമർശിച്ചുകൊണ്ടിരുന്നവര്, ഇതുവരെ പിന്നെ ഈ രംഗത്ത് വരാതിരുന്ന ചില സാംസ്കാരിക നായകന്മാര് എവിടെയൊക്കെ 5-6 പേര് യോഗം ചേർന്നിട്ട് അവർ പെട്ടെന്ന് CP ജോണിനെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒന്നിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അത്തരത്തിലുള്ള സാംസ്കാരിക നായന്മാരുള്ള നാടാണിത്. പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ CP ജോൺ മത്സരിച്ചിട്ടുള്ളപ്പോഴൊന്നും ഉണ്ടായ അനുഭവം അല്ല CP ജോൺ. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം വളരെ കൂളായിട്ടാണ് പോകുന്നത്. വളരെ കൂളായിട്ട്, ഒരു ടെൻഷനും ഇല്ല. നമ്മളിപ്പോ അടുത്ത ജില്ല കൊല്ലത്തേക്ക് പോയാൽ കൊല്ലത്തെ പ്രധാന മത്സരം അല്ല, ഇവിടെ വേറെ മണ്ഡലമുണ്ട്, കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ഈ പറഞ്ഞതുപോലെ ത്രികോണ മത്സരമൊന്നുമില്ല. അവിടെ BJP-യും BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ ഒന്നാണ്. അതെ, അവിടെ BJP-യും LDF തമ്മിലാണ്. അല്ലല്ല, അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ് മോശക്കാരനല്ല. അയാൾ ഒരു മുൻ MLA ആണ്. അദ്ദേഹം പിന്നെ ഒരു ചെറുപ്പക്കാരൻ. അയാള് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു. അയാൾക്ക് ഒരു പിന്നെ അപകടം വന്നത് പോലും അല്ല. അദ്ദേഹത്തിന് ചരിത്രം ഞാൻ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷമാണ്. അല്ല, അത് തന്നെ. അദ്ദേഹം കടുത്ത മത്സരമാണ്. അദ്ദേഹം അവിടെ കടുത്ത മത്സരം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പക്ഷേ 2ാം സ്ഥാനത്ത് വരാൻ പോലും സാധ്യതയുണ്ട്. കാരണം BJP കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്നു BJP-യാണ്. ആ BJP സ്ഥാനാർത്ഥി ഇപ്രാവശ്യം 3ാം സ്ഥാനത്തേക്ക് പോവുകയും ശരത്ചന്ദ്ര പ്രസാദ് ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വരാൻ പോലും സാധ്യതയുണ്ട്. ഇവരെ ജയിച്ചുവിടാകുകയില്ല, പറയാൻ പറ്റില്ല. അത് പക്ഷെ കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്തെ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൊട്ടാരക്കരയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് പിന്നുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ പോലും പത്തനാപുരമാണ്. പത്തനാപുരത്ത് KP ഗണേഷ് കുമാർ അവിടെ ഇപ്പൊ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് ഒരുപാടൊക്കെ മുന്നിൽ പോയി. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇന്നലെ തന്നെ അവിടെ വേടൻ വന്നു. നമുക്കറിയാം, പിന്നെ വേടന്റെ പ്രോഗ്രാമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രോഗ്രാമുകളാണ്. പക്ഷെ വേടൻ ഇന്നലെ വന്ന് ഒരു റോഡ് ഷോ നടത്തിയപ്പോൾ അവിടെ നമ്മള് ഇതുവരെ പത്തനാപുരം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള, പക്ഷെ അത് വേടനെ കാണാൻ വന്നവരായിരിക്കും, വേടന്റെ ആരാധകരായിരിക്കുമല്ലോ വരുന്നത്, അല്ലാത്തവര് വരുന്നില്ലല്ലോ. പക്ഷെ അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കടുത്ത മത്സരം തന്നെയാണ് അവിടെ. ഇതെല്ലാം കടുത്ത വിമർശനങ്ങള് പിന്നെ ഗണേഷ് കുമാറിനെതിരായിട്ട് പറയുമ്പോഴും അത്ഭുതകരം വിധം അവിടെ ആളുകൾ ഗണേഷ് കുമാറിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ എല്ലാവരും ചിന്തിച്ചുകൊണ്ട് ഗണേഷ് കുമാറിന്റെ മകനും മകന്മാർ രണ്ടുപേരും. അതെ, അതൊക്കെ പുള്ളി അതെല്ലാം മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ പുള്ളി വിജയിച്ചു. പുള്ളി കുടുംബകാര്യങ്ങളിൽ നമ്മളെല്ലാം ഇനി എന്തെല്ലാം പറഞ്ഞാലും ശരി, കുടുംബകാര്യങ്ങളിൽ പുള്ളി പിന്നെ ഒരു ബന്ധം, ഇഴയെടുപ്പം ഉണ്ട് എന്നുള്ളത് കാണിക്കാനും. കുടുംബത്തിലെ ഇഴയെടുപ്പൊന്നും കാണിക്കണ്ട, അത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യം, അത് പറയണ്ട. പക്ഷെ ഗണേഷ് കുമാറിന് അവിടെ ജനപിന്തുണ ഉണ്ട് എന്നുള്ളത് ഈ ഓളത്തിൽ നിന്നെല്ലാം വ്യക്തമാകുന്നുണ്ട്. സ്ത്രീകളുടെ ഇടയില് അത് അത്ഭുതകരമാണ്. കാരണം ഇത്രയേറെ ആരോപണങ്ങൾ വന്നിട്ടും ഇപ്പോഴും പത്തനാപുരത്തെ സ്ത്രീകള് പിന്നെ അദ്ദേഹത്തെ ഒരു പരിധിയിൽ പിന്തുണയ്ക്കും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്ഭുതമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പിന്തുണ അദ്ദേഹത്തിന് സ്ത്രീകളെ കിട്ടുമെന്ന്. കാലം മാറുന്നതിന്റെ ആയിരിക്കും അത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സ്വന്തം ഇടവകയിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഞാനാണ്. അപ്പം മരണത്തിന് ഈ പത്തനാപുരം മണ്ഡലത്തിലുള്ള കുറെ പേര് അവിടെ, അത് സ്ത്രീജനങ്ങൾ എന്നെ കണ്ടപ്പോഴേ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ കാര്യങ്ങളൊക്കെ കൊള്ളാം എന്നുള്ളൊരു, എന്റെ ബന്ധുക്കളാണ്, കാര്യങ്ങളൊക്കെ കൊള്ളാം, തുടരുത്. ഞങ്ങളുടെ MLA. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ കോൺഗ്രസ്സുകാരല്ലേ? ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരാ, പക്ഷേ ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ഗണേഷ് കുമാറിനാണ്. പുള്ളി അതെ, സത്യം പറഞ്ഞ ഞാൻ അവിടെ ഞെട്ടിപ്പോയി. അവർ അസ്ഥി പിടിച്ച കോൺഗ്രസ് തറവാട്ടി പറഞ്ഞ ആളുകള്, അത് സ്ത്രീകള്, ആണുങ്ങളല്ല, സ്ത്രീകള്. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അല്ല, അവർ പറയുന്ന ഒരു കാര്യം,
ഞങ്ങൾക്ക് പിന്നെ അവിടെ വികസനം നല്ല റോഡ് വന്നു. പിന്നെ അവിടെ വികസനങ്ങളെല്ലാം പുള്ളി നടത്തിയതാണ്. അതിനു മുമ്പ് 25 വർഷം MLA ആയിരുന്നു അവിടെ. 25ാമത്തെ വർഷമാണ്. വികസനത്തിനാണ് വോട്ട്. വികസനത്തിനാണ് വോട്ട്. വികസനം എന്ന് പറഞ്ഞാൽ റോഡും പാലവും. അല്ല, റോഡും പാലും, പിന്നെ ആശുപത്രി, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ പുള്ളി ചെയ്തു. ഈവൻ അംഗനവാടി വരെ പുള്ളി ചെയ്തു എന്നാണ്. പിന്നെ പുള്ളിയുടെ ഞാൻ അതിനുശേഷം പുള്ളിയുടെ സോഷ്യൽ മീഡിയ പിന്നെ പേജുകളും ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. പക്ഷെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ സാധ്യത നമ്മൾ എന്തായാലും എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ കടുത്ത മത്സരം. ജ്യോതികുമാർ ചാമക്കാല ഇപ്രാവശ്യം അവിടെ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ ചാമക്കാലയുടെ രാഷ്ട്രീയ ഭാവിയും നിർണ്ണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ രണ്ട് പരാജയം ഉണ്ടായാൽ ചാമക്കാലയും ബുദ്ധിമുട്ടിലാവും. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പോലെയും KM മാണിയുടെ പാല പോലെയും പിന്നെ പിണറായിയുടെ പിന്നെ ധർമ്മട പോലെയും ഇങ്ങനെ ആ പത്തനാപുരം അവിടെ ഉറയ്ക്കും. ഇത്തവണ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത തവണ ഇടുക്കിയിലേക്ക് പോയാൽ റോഷി അഗസ്റ്റിൻ ജയിക്കും ഉറപ്പായിട്ടും. അവിടെ ഒരു ശ്രദ്ധേയമായ മണ്ഡലം. പക്ഷെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അല്ല, ശരിയാണ്. ഈ 1-2 സർവേകൾ ഞാൻ കണ്ട റോയിക്കെ ഒരു കാര്യമില്ല. റോഷി അഗസ്റ്റിൻ അത് ഈ പറഞ്ഞതുപോലെ 2000 മുതൽ റോഷി അഗസ്റ്റിൻ അവിടെ പിന്നെ MLA ആണ്. എനിക്ക് തോന്നുന്നു ഈ റോഷി അഗസ്റ്റിനും ഗണേഷ് കുമാറും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ MLA-മാരായവരാണ്. റോഷി അഗസ്റ്റിൻ അവിടെ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു. അവിടെ ഒരു കാര്യമുണ്ട്. അവിടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സ്ഥലമാണ്, മണ്ഡലമാണ്. വ്യക്തി താല്പര്യങ്ങൾക്ക് അപ്പുറത്തമായിട്ട് രാഷ്ട്രീയമായി ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണത്. നമുക്കറിയാമല്ലോ അതിന്റെ കാരണങ്ങൾ. അപ്പൊ റോഷി അഗസ്റ്റിൻ എത്രമാത്രം ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ഒരുപക്ഷെ റോഷി അഗസ്റ്റിനെ ജയിക്കാൻ കഴിയാത്ത വിധമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ചില പ്രൊപ്പഗാൻഡകളൊക്കെ നേരത്തെ കേട്ടിരുന്നു. പക്ഷെ ആ ചിത്രമൊക്കെ മാറി ഇപ്പൊ ലാസ്റ്റ് ഒരു അവസാന ലാപ്പിലേക്ക് വന്നപ്പോൾ അവിടെ ആദ്യം മുതലേ ഇങ്ങനെ ആ ഒരു ട്രെൻഡില് അങ്ങനെയാണ് റോഷി അഗസ്റ്റിൻ ഇപ്പോഴും നിൽക്കുന്നത്. റോഷി അഗസ്റ്റിന്റെ ഓരോ സ്വീകരണങ്ങളും ഇടപെടലൊക്കെ അങ്ങനെയാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പം അവിടെ ഏറ്റവും നല്ലൊരു മണ്ഡലം, ഒരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം അമ്പലപ്പുഴയിലെ G. സുധാകരനെ അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് ചെയ്യാതെ കാലുവാരും എന്നുള്ള ഒരു പ്രചാരണം സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അത് ഇടതുപക്ഷക്കാര് അതുപോലെ തന്നെ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ പിന്നെ വോട്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട്. പക്ഷേ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതിൽ എത്ര കൂടുതൽ എത്ര കുറവെന്നുള്ളതിനെ ആശ്രയിച്ചാണ്. സുധാകരനെ എന്തായാലും ഒരു കാര്യമുണ്ട്, CPM-ന്റെ ആളുകൾ സുധാകരനോട് താല്പര്യമുള്ള ഒരു വിഭാഗം ആൾക്കാരോടെ ഉണ്ട്. അവരെന്തായാലും പ്രത്യക്ഷമായിട്ട് രംഗത്ത് വന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് അവർക്ക് സുധാകരന്റെ വോട്ട് കിട്ടുമെന്നുള്ളത് അത്യാവശ്യം രാഷ്ട്രീയം അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവും. സത്യം അവിടെ പിന്നെ നമുക്ക് നോക്കാം, കണക്കുകൾ വരും പറയാമല്ലോ. സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ CPM പേടിച്ചു. അതെ, അല്ല പേടിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അവര് എല്ലാ തരത്തിലും അവരൊന്ന് ഡിമോറലൈസ്ഡ് ആയി. അപ്പൊ അതിൽ നിന്ന് അവർ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഒട്ടേറെ പ്രചാരണങ്ങൾ അവിടെ നടത്തുകയും ഒട്ടേറെ വ്യക്തിപരമായ ആക്ഷേപങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ സുധാകരൻ ആളെ മോശമല്ലല്ലോ. സുധാകരൻ ഇത്രയും കാലം അവിടെ പയറ്റി തെളിഞ്ഞ ഒരാളും ആഴത്തിൽ വരെയുള്ള ആളുമാണ്. സുധാകരനെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നമ്മള് പത്തനംതിട്ടയിലേക്ക് വരുമ്പോ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. നമ്മുടെ പിന്നെ ആരോഗ്യമന്ത്രി മത്സരിക്കുന്നു. പക്ഷേ അവിടെ മത്സരം വളരെ ടൈറ്റ്. അവിടെ എതിർ സ്ഥാനാർത്ഥി അബിൻ വർക്കിയാണ്. അബിൻ വർക്കി നമ്മൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറെ സമരത്തിനൊക്കെ മുന്നിൽ നിൽക്കുകയും അബിൻ വർക്കിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലൊരു പ്രതിച്ഛായുള്ള ഒരു യുവ നേതാവാണ്. അപ്പൊ അബിൻ വർക്കിയെ എത്രത്തോളം പത്തനംതിട്ടക്കാർ അല്ലെങ്കിൽ ആറന്മുളക്കാരും നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്നുള്ളതിനെ കുറിച്ചല്ല, അതിനേക്കാളും വേറെ അബിൻ വർക്കിക്ക് സഹായകമാകുന്നത് ഓർത്തഡോക്സ് സഭ എടുത്തിരിക്കുന്ന നിലപാടാണ്. കാരണം ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ തവണ LDF-നെ സഹായിച്ച, കഴിഞ്ഞ തവണ അവിടെ പിന്നെ വീണ ജോർജിനെ ശക്തമായ രീതിയിൽ പിന്തുണച്ച ഓർത്തഡോക്സ് സഭ ഇത്തവണ അവിടെ എന്നുള്ളത് അത് അബിൻ വർക്കിയുടെ കൂടെയാണ് എന്നുള്ളത് അബിൻ വർക്കിക്ക് വലിയ നേട്ടം. പക്ഷെ ഓർത്തഡോക്സ് സഭ അങ്ങനെ പരസ്യമായ ഒരു നിലപാട് പിന്നെ എടുത്തിട്ടുണ്ടോ? അത് എടുക്കാൻ സാധ്യത കുറവല്ലേ? പരസ്യ നിലപാടാണ്, രഹസ്യ നിലപാടാണെങ്കിലും പിന്നെ അത് എനിക്കറിയാവുന്ന കാര്യം. അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരുവല്ലയാണ്.
തിരുവല്ല അവിടെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നപ്പോൾ അനൂപ് ആന്റണി BJPയുടെ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി എന്റെ ഇടവും വലവും നിന്ന് എനിക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്ത ആളാണെന്നൊക്കെ പ്രധാനമന്ത്രി അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആ ഒരു കോംപ്ലിമെന്റ് അത് എത്രത്തോളം വോട്ടായി മാറുമെന്ന് നമുക്ക് എണ്ണിക്കഴിക്കുമ്പോൾ അറിയാം. പക്ഷേ അവിടെ അനൂപ് ആന്റണി പിടിക്കുന്ന ഓരോ വോട്ടും അവിടുത്തെ കോൺഗ്രസിന്റെ വോട്ടാണ്. അപ്പൊ അവിടെ LDF അത് ഗുണം ചെയ്യും. മാത്യു ടി തോമസ് ആണ് അവിടെ മത്സരിക്കുന്നത്. മാത്യു ടി തോമസ് നമ്മൾ പറഞ്ഞതുപോലെ മാത്യു ടി തോമസ് ഒരു നമുക്കറിയാം ഈ പിന്നെ മണ്ഡലത്തിൽ ഒതുങ്ങി നിന്ന് മണ്ഡലത്തിൽ പല കാര്യങ്ങളും അവിടുത്തെ വികസനങ്ങളിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു ശുഷ്കാന്തിയും പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഏതൊരു ചെറിയ കാര്യത്തിന് ചെന്നാൽ പോലും മാത്യു ടി അതിനകത്ത് ഇടപെടുന്ന അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നിയമസഭാ രേഖകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു. മാത്യു തോമസിന് നല്ല പ്രതിച്ഛായുള്ള ഒരു മനുഷ്യനാണ്. ഒരു കളങ്കു നിൽക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. പാർട്ടി ഏതാണെന്ന് പറഞ്ഞാലും ഏത് മുന്നണി നിൽക്കുന്ന പറഞ്ഞാലും ചില സത്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ UDF സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അവിടെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമനും ഈ പറയുന്ന പോലെ ഒരു മർത്തോമ സഭക്കാർ രണ്ടുപേരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. രണ്ടുപേരും അച്ഛന്മാരുടെ മക്കളാണ്. മർത്തോമ സഭയിൽ രണ്ടുപേരും അച്ഛന്മാരുടെ മക്കളാണ്. പിന്നെ വർഗീസ് മാമൻ മർത്തോമ സഭയുടെ ട്രസ്റ്റിയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് സ്വാധീനം മർത്തോമക്കാരുടെ ഇടയിൽ കുറച്ച് സ്വാധീനം ഉണ്ട്. പക്ഷെ രണ്ടുപേർക്കും ആ ജില്ല അല്ലെങ്കിൽ തൊട്ടടുത്ത മണ്ഡലം ചെങ്ങന്നൂര് അവിടെ നിൽക്കുന്ന എ.പി. കുര്യാക്കോസ് അദ്ദേഹത്തിന്റെ കന്നി മത്സരമാണ്. അദ്ദേഹം നല്ല പ്രതിച്ഛായുള്ള ആളാണ്. അദ്ദേഹത്തിന് അവിടെ മത്സരിക്കുന്ന ആൾ വളരെ കരുത്തനായിട്ടുള്ള മന്ത്രിയാണ്. സജി ചെറിയാൻ നമുക്കറിയാം ഒക്കെ ആണെങ്കിലും അവിടെ ഒരു കടുത്ത മത്സരത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് എ.പി. കുര്യാക്കോസ് ജയസാധ്യത തള്ളിക്കളയാനാവില്ല എന്ന മട്ടിലുള്ള ഒരു സജി ചെറിയാനെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമോ? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമുണ്ട്. മാർത്തോമ സഭയ്ക്ക് 2 മണ്ഡലങ്ങളിൽ അടുത്തടുത്ത് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പം സഭയുടെ മൊത്തമായ പിന്തുണ 2 സ്ഥാനാർത്ഥികൾക്കുണ്ട്. പ്രത്യേകിച്ച് എ.പി. കുര്യാക്കോസിന് കാര്യമായിട്ടുണ്ട്. പിന്നെ അതുപോലെ കോട്ടയം ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മളിപ്പോ പറഞ്ഞതുപോലെ പിന്നെ പാലായാണ്. പാലായില് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി ജയിച്ചില്ല എങ്കിൽ ജോസ് കെ മാണി പിന്നെ വനവാസത്തിന് പോയാൽ മതി. കാരണം ജോസ് കെ മാണിയുടെ സ്വന്തം നാട്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ഇമേജ് മുഴുവൻ, ഉണ്ടാക്കി വെച്ച വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അത് തന്നെ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയോടാണ് വീണ്ടും ഏറ്റുമുട്ടുന്നത്. അതേ സ്ഥാനാർത്ഥിയോടാണ് വീണ്ടും ഏറ്റുമുട്ടുന്നത്. പക്ഷേ പിന്നെ അതിനകത്തൊരു ഒരു കാര്യമുണ്ട്. മാണി സാർ ഉണ്ടാക്കി വെച്ച വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന KM മാണി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇതിലൊക്കെ ഏത് വഴിയിലൂടെയാണെങ്കിലും അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ അദ്ദേഹം അവിടെ കൊണ്ടുവരും. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതായിരിക്കും മാണി സാറിന്റെ ആ പ്രതിച്ഛായയുമായതൊക്കെ ജോസ് കെ മാണി സഹായകനായിരുന്നു. കഴിഞ്ഞോണം ജയിക്കേണ്ടതായിരുന്നല്ലോ. കഴിഞ്ഞ ഈ 2 പ്രാവശ്യം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 2 പ്രാവശ്യം മാണി സി കാപ്പൻ ജയിച്ചിട്ട് അവിടെ ഒരു ചുക്കും ചെയ്തില്ല. അവിടെ വികസനമാണ് മുന്നിൽ നിൽക്കുന്നത്. വികസനം എടുത്തു കഴിഞ്ഞാൽ മാണി സി കാപ്പനെതിരെ പറയുന്ന വേറൊരു ആരോപണങ്ങളുണ്ട്. നിയമസഭ പോലും അദ്ദേഹം പിന്നെ സംസാരിക്കില്ല. അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന 3 മിനിറ്റ് പോലും അദ്ദേഹം വേറെ ആരെങ്കിലും കൊടുത്തിട്ട് അദ്ദേഹം ഒപ്പിട്ടിട്ട് DA മേടിച്ചിട്ട് സിറ്റി ഫീസ് മേടിച്ചിട്ട് പോകുന്ന ആളാണെന്നാ പറയുന്നത്. സംസാരിക്കാതെ മണ്ഡലത്തിൽ നന്നായിട്ട് പണിയെടുത്ത് അങ്ങനത്തെ വേറെ നിലമാറുണ്ട്. നിയമസഭ സംസാരിച്ചില്ല സംസാരിച്ചിട്ട് ഘോരം സംസാരിച്ചിട്ട് തോറ്റു പോകുന്നവരുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് ആ പാലായില് ഒന്നീ നിയമസഭ എന്തെങ്കിലും ഘോരം പറയണം, അല്ലെ വാ തുറന്ന് എന്തെങ്കിലും ചോദിക്കണം. മണ്ഡലത്തിൽ പാലായിൽ എന്തെങ്കിലും ചെയ്യുന്നുള്ള അത് ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് പാലായിലെ ജനങ്ങൾ അല്ലല്ല പാലായില് എടുത്തു പറയുന്ന ഒരു കാര്യങ്ങളും ഇല്ല. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ പോലും അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചാൽ അതിന്റെ പിന്നെ ആ ബസ് സ്റ്റോപ്പ് അനുവദിച്ചത് അതിന്റെ പൈസ അനുവദിച്ചത് മാണി സാറായിരുന്നു. അവിടെയാണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ പുള്ളി പാലായിൽ ചെയ്തിട്ടുള്ള എന്ത് കാര്യമാണ് എടുത്തു പറയാനുണ്ട്. പാലക്കാർ പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾക്ക് അവിടുത്തെ പറ്റിയതാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ച് പിന്നെ BJPയുടെ സ്ഥാനത്ത് ഷോൺ ജോർജ് ആണ്, PC ജോർജിന്റെ മകൻ. അത് പിന്നെ അത്രത്തോളം അങ്ങനെ പോകത്തേ ഉള്ളൂ. ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. വെറും പിന്നെ ഫൂളറി മാത്രം വിളിച്ചു പറയും. ഇത്രയും പൊട്ടത്തരം വിളിച്ചു പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഞാൻ കണ്ടിട്ടില്ല. നന്നായിട്ട് പറയാനറിയാം, പക്ഷെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പക്ഷെ പൊട്ടത്തരമാ പറയുന്നത്, നടക്കാത്ത കാര്യങ്ങള്.
പല കാര്യങ്ങളും നമ്മൾ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ അടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് പൂഞ്ഞാറാണ്. പി സി ജോർജ് മത്സരിക്കുന്നു. പി സി ജോർജ് അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ചാൽ 3-ാം സ്ഥാനത്ത് പോകും. കറക്റ്റാണ്. അവിടെയുള്ള ആളുകൾ നല്ല മത്സരം. പിന്നെ എറണാകുളത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് അങ്ങനെ ഒരു എടുത്തു പറയാവുന്ന ഒരു VIP മത്സരങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. പിന്നെ വി ഡി സതീശന്റെ മണ്ഡലമാണ്. അത് വി ഡി സതീശൻ എനിക്ക് സംശയമില്ല. സതീശന്റെ പറവൂരാണ് എറണാകുളത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അത് കേരളം മുഴുവൻ നോക്കുന്ന ഒരു പിന്നെ മണ്ഡലമാണ്. തീർച്ചയായിട്ടും വി ഡി സതീശൻ പിന്നെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തൃശ്ശൂരേക്ക് പോയാൽ തൃശ്ശൂർ മണ്ഡലം പത്മജ വേണുപോലെ മത്സരിക്കുന്ന ഒരു മണ്ഡലം. അത് പക്ഷേ പിന്നെ 2-ാം സ്ഥാനത്ത് വന്നാൽ അത്രയും നന്നു, അങ്ങനെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാനും കേട്ടത്. പിന്നെ മലപ്പുറം ജില്ലയിലേക്ക് പോയാല് പിന്നെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന മണ്ഡലം പിന്നെ എല്ലാ മണ്ഡലങ്ങളും ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. പിന്നെ പാലക്കാട് കഴിഞ്ഞ പ്രധാനമന്ത്രി വന്നത് 2 വനിതകളെ മുൻനിർത്തി 2 വനിതകൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ഈ ശോഭാ സുരേന്ദ്രൻ, ഒന്ന് തൃശ്ശൂര് പത്മജയ്ക്ക് വേണ്ടിയും 2 ശോഭാ സുരേന്ദ്രന് വേണ്ടി. ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ ഇത്തരം മുന്നിലായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഹൈപ്പ് പോയി, ഇപ്പൊ ഇല്ല, ഇപ്പൊ അതില്ല. ശോഭാ സുരേന്ദ്രൻ 2ാമത് പോലും വരുമോ എന്നുള്ള ഒരു സംശയമാണ്. 2ാമത് വരും ഉറപ്പായിട്ടും, സംശയമില്ല. 2ാമത് വരും. എന്നെ ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും 3ാമത് പോകില്ല എന്ന് ഞാൻ പറയുന്നു. അത് യാതൊരു സംശയമില്ല. പക്ഷേ 2ാമത് ശോഭാ സുരേന്ദ്രനെ 2ാമത് ശോഭാ സുരേന്ദ്രനായിരിക്കും. അവിടുത്തെ ജയിക്കുന്ന കാൻഡിഡേറ്റ് UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള രമേശ് പിഷാരടി ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ടൊന്ന് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ഇപ്പൊ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരം നടക്കുന്ന PV അൻവറും നമ്മുടെ പിന്നെ മുഹമ്മദ് റിയാസും. തീർച്ചയായിട്ടും അത് എല്ലാവരും നോക്കുന്നതാണ്. കാരണം ഒന്ന് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമോനാണ്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് മുൻ CPM സഹയാത്രികനും MLA ഒക്കെ ഗോൾഡൊക്കെ ഉണ്ടാക്കിയ കാർഡിളക്കിയ ഒരു CPM സഹയാത്രികനായിരുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷെ അവിടെ വേറെ പിന്നെ ഒരു സംശയം വേണ്ട, അവിടെ അൻവർ തന്നെ പിന്നെ വീട്ടിൽ പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. അവിടെ മുഹമ്മദ് റിയാസ് തന്നെ ജയിക്കും, ഉറപ്പാണ്. അൻവർ വീട്ടിൽ പോയി. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീരുവല്ലേ? അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ആളുകള്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാ. അതിപ്പം ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി അയാൾ എവിടെയും മത്സരിക്കാൻ തയ്യാറായി. UDF മത്സരം പോലും ഇല്ലെന്നാണ് പറയുന്നത്. പോകില്ല. അവിടെ മുഹമ്മദ് റിയാസ് ഉറപ്പായി ജയിക്കും, 100% ജയിക്കും എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്ന കിട്ടുന്ന റിപ്പോർട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കിട്ടുന്നത് നല്ല മത്സരമാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കണ്ണൂരേക്ക് പോയാൽ കണ്ണൂർ തന്നെ എടുത്താലും അവിടെ കണ്ണൂർ സീറ്റില് കടന്നപ്പള്ളി രാമേന്ദ്രനാണ്. കടന്നപ്പള്ളി രാമേന്ദ്രന്റെ നല്ല മനുഷ്യനാണ്. പക്ഷെ അവിടെ നല്ലൊരു മത്സരം. അവിടെ കടന്നപ്പള്ളി രാമേന്ദ്രനൊക്കെ കാലം കഴിഞ്ഞു, കാലഹരണപ്പെട്ടു എന്നുള്ളൊരു ചിന്ത ആളുകളുടെ. പക്ഷെ അത് അവസാന ലാപ്പിലെങ്കിലും പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ആ ഒരു അധികാരത്തിന്റെ ഇതിലിരുന്ന് കാലം നയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനില്ലേ? ഭരണം കിട്ടിയാലേ അധികാരത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. MLA ആയിക്കോട്ടെ. പിന്നെ കാസർഗോഡേക്ക് പോയാൽ കണ്ണൂരുണ്ടല്ലോ, വേറെ ഉണ്ടല്ലോ നമ്മുടെ സണ്ണി, നമ്മുടെ KPC പ്രസിഡന്റ് മത്സരിക്കുന്നത്. പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് KPC പ്രസിഡന്റ് ജയിക്കും, അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് പോയാൽ മുഖ്യമന്ത്രി അതിന് ധർമ്മടത്തെ പ്രശ്നം. മുഖ്യമന്ത്രി ഈസി പാസ് അല്ലേ? മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം നോക്കിയാൽ മതി. ഭൂരിപക്ഷം കുറയത്തൊന്നുമില്ല. ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടത്തേ ഉള്ളൂ. അത് ഉറപ്പാ. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കൂടുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം മുഴുവൻ ആ മണ്ഡലത്തിലുള്ളവർക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരാരോപണവും ഇല്ല. ആ മണ്ഡലത്തിലുള്ളവർക്ക് മുഖ്യമന്ത്രി വേണം. അവര് നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അവിടുത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലം K. സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരമാണ്. അവിടെ BJPക്ക് യഥാർത്ഥത്തിൽ ഒരു സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ സുരേന്ദ്രൻ ജയിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം കഴിഞ്ഞില്ലെങ്കിൽ പ്രാവശ്യം സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഒരു 82 വോട്ടിനാണ് കണ്ടാ തോറ്റത്. പക്ഷെ അവിടെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് ആ ചിത്രം മാറും. അവിടെ വോട്ടുകൾ മാറി മറിയും. അവിടെ അന്തർധാരകൾ വരും. സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അന്തർധാരകളാണ്. ഏതായാലും ഇത്തവണ ഉറപ്പല്ലേ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ മാത്രമല്ലല്ലോ കേരളത്തിൽ മറ്റു സ്ഥലം അത് പറയില്ല. അത് പറയാൻ പറ്റില്ല. പിന്നെ ചില ധാരണകൾ, അതായത് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞ ആരോപണം
അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള പക്ഷെ അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. അവിടെ ചേർക്കള അബ്ദുള്ള പോലുള്ള മുസ്ലിം ലീഗ് അവിടുത്തെ കാര്യമല്ലേ പറഞ്ഞത്, കാസർഗോഡ് ജില്ലയുടെ കാര്യമല്ല, മൊത്തത്തില് അങ്ങനെ വരണ്ട്. ഇപ്പൊ അങ്ങനെ നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പം ഇപ്പോഴും ആരുടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഡീലിനെ കുറിച്ച് അങ്ങനെ പറ്റാൻ ഇപ്പൊ എല്ലാ സ്ഥലത്തും നിർത്തിയിരിക്കുന്ന 3 മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്നും വെച്ചോ. അപ്പൊ പിന്നെ ഇവിടെ ഡീല് ഈ പറയുന്ന രീതിയിലൊന്നും നടക്കില്ല. എല്ലാം അങ്ങനെ അല്ലല്ലോ. ഒട്ടുമിക്ക സ്ഥലത്തും അങ്ങനെയാണ്. അല്ലല്ല, പാലക്കാടൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചിത്രം മാറിയില്ലേ? ഇപ്പൊ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അങ്ങ് നല്ല ചിത്രം മാറിയത് രാഷ്ട്രീയമായ ഇതൊക്കെ ചർച്ച വന്നുകൊണ്ടുകൂടിയാണ്. കാരണം അവിടുത്തെ അങ്ങനെ പാലക്കാട്ട് സംഗതി വളരെ വ്യക്തമല്ല. നമ്മളിപ്പോ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു മുസ്ലിം അവർക്ക് ആ വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു. പക്ഷെ അതിപ്പോ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത. നടന്നാൽ അങ്ങനെയല്ല. അവിടെ CPM വ്യക്തമായ ധാരണയുണ്ട്. CPM അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. വീട് വീടാന്തരം മറ്റുള്ള മണ്ഡലങ്ങളിലേക്കാൾ കുറച്ചുകൂടെ നന്നായി CPM ആ സ്ഥാനാർത്ഥിയെ കരുതുന്നുണ്ട്, നോക്കുകയും ചെയ്യുന്നുണ്ട്, കൂടെ ഉണ്ട്. താങ്കളുടെ ആ പ്രതീക്ഷയും ആഗ്രഹവും അങ്ങനെ തന്നെ പ്രതിഫലിക്കാൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.